സുരേഷ് ഗോപി ആദ്യമായിട്ട് വരുന്നതല്ലല്ലോ, പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നെ കാണാൻ. ഇപ്പോൾ പിന്നെ കുറേ ആയി വരാത്തത്. കാണാൻ വരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വ്യക്തിബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വ്യക്തിപരമായ ബന്ധം. വ്യക്തിപരമായിട്ടൊരു രാഷ്ട്രീയക്കാരനാണ്. ഇപ്പം രാഷ്ട്രീയക്കാരനാണ്. അയാൾ പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷേ ഇപ്പം അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അതിലല്ല, ഞാൻ സുരേഷ് എന്ന വ്യക്തിനെയാണ് ഞാൻ വരുന്നത്. ഇന്ന് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നത്. പല പ്രാവശ്യം വന്നതാണ്, പല പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ്. അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. എന്നോട് വിളിച്ച് പറയും, ഇവിടെ എത്തിയാലേ ഗസ്റ്റ് ഹൗസിൽ എത്തിയാൽ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഉച്ചക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഇതൊന്ന് ഉച്ചക്ക് ഭക്ഷണം വേണമെന്ന് വിളിച്ച് പറയും. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായിക്കോ. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് പ്രാവശ്യം ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ സുരേഷ്, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളതെന്ന്. കളിപ്പറമ്പിലോ മറ്റും കൃത്യസമയത്താണ് വിളിച്ചത് തന്നെ ഭക്ഷണം വേണം. മന്ത്രി ആയതിനു ശേഷം നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നോ? മന്ത്രി ആയതിനു ശേഷം വിളിച്ചില്ല. വന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കാതിരുന്നിട്ടുണ്ടാവുക. ഞാൻ ഫോണിലൊന്നും സംസാരിച്ചില്ല. എന്താ വെച്ചാൽ ഞാൻ ഭാര്യ രാധിയായിട്ട് സംസാരിച്ചു. അധികം പറയല്ല, ഒന്നും കാണേണ്ടതില്ല. രാഷ്ട്രീയമൊന്നും നിങ്ങൾ അതിൽ കാണണ്ട. ഞാൻ ഇവിടെ എത്ര പലതരം രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നതായാലും എനിക്ക് അങ്ങനെ എൻ്റെ സഖാവിൻ്റെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത്. അല്ലാണ്ട് ശാരദാ ടീച്ചറിനുള്ള ഒരു ബഹുമാനത്തില് നായനാരുടെ ഭാര്യ ആ ശാരദാ ടീച്ചറെ കാണാൻ ആൾ വരും. ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും സംസാരിക്കുക വരുന്നത്. സുരേഷ് ഗോപി